എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വത്തിലേക്ക് നടത്തുന്ന LDC സിലബസിലുള്ള ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഭാഗത്തുനിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആൻസേഴ്സും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ് സ്റ്റാർട്ട്. ആദ്യത്തെ ചോദ്യം, 4 ബിറ്റ് എന്തിന് ഈക്വൽ ആണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഒരു നിബിളിനു ഈക്വൽ ആണ് 4 ബിറ്റ്. മെമ്മറി യൂണിറ്റുകളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു ബൈനറി ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 0 അല്ലെങ്കിൽ 1 അതിനെ ബിറ്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇങ്ങനെ 4 ബിറ്റുകൾ ചേർന്നാണ് ഒരു നിബിള്. 8 ബിറ്റുകൾ ചേർന്നാൽ അതിനെ ഒരു ബൈറ്റാണെന്ന് വിളിക്കാം. PB അല്ലെങ്കിൽ പെറ്റാബൈറ്റ് വരെയുള്ള മെമ്മറി യൂണിറ്റുകളെ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എക്സാബൈറ്റ്, സെറ്റാബൈറ്റ്, യോട്ടാബൈറ്റ് എന്നിവ കൂടി അറിഞ്ഞിരിക്കേണ്ട മെമ്മറി യൂണിറ്റുകളാണ്. അടുത്ത ചോദ്യം, EEPROM-ൻ്റെ പൂർണ്ണ രൂപമാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം എന്നാണ് EEPROM-ൻ്റെ പൂർണ്ണ രൂപം. നമ്മൾ കമ്പ്യൂട്ടർ മെമ്മറിയെ പ്രാഥമിക മെമ്മറിയും ദ്വിതീയ മെമ്മറി എന്നിങ്ങനെ 2ആയി തരംതിരിച്ചിട്ടുണ്ട്. 3 തരത്തിലുള്ള മെമ്മറിയാണ് പ്രാഥമിക മെമ്മറി അല്ലെങ്കിൽ പ്രൈമറി മെമ്മറി ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൽ റാം, റോം, ക്യാഷ് മെമ്മറി എന്നിവയാണ് പ്രൈമറി മെമ്മറിയിലുള്ളത്. ഇതിലെ റോം എന്താണെന്ന് നമുക്ക് നോക്കാം. റോമിൻ്റെ പൂർണ്ണ രൂപമാണ് റീഡ് ഓൺലി മെമ്മറി എന്നത്. റോം എന്നത് ഒരു സ്ഥിര മെമ്മറിയാണ്. ഇതിൽ നിന്ന് ഡാറ്റ വീണ്ടെടുക്കുവാൻ മാത്രമേ കഴിയൂ. ഇതിൻ്റെ ഉള്ളടക്കം എളുപ്പത്തിൽ മാറ്റാൻ സാധിക്കില്ല. ഇതിൽ വൈദ്യുതി ബന്ധം നിലച്ചാലും ഇതിലെ ഉള്ളടക്കം മാഞ്ഞു പോകാതെ നിലനിൽക്കും. ബയോസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ബൂട്ടപ്പ് പ്രോഗ്രാം റോമിലാണ് അടങ്ങിയിരിക്കുന്നത്. റോമിൻ്റെ ചില പരിഷ്കരിച്ച രൂപങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്താണ് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി അല്ലെങ്കിൽ പ്രോം. ഇത് ഒരിക്കൽ മാത്രം പ്രോഗ്രാം ചെയ്യപ്പെടുന്ന മെമ്മറിയാണ് പ്രോമുകൾ. അടുത്തത് രണ്ടാമത് ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയാണ്. ഇതിനെ EEPROM എന്ന് വിളിക്കും. അൾട്രാ വയലറ്റ് റേഡിയേഷൻ ഉപയോഗിച്ച് മായ്ച്ച് വീണ്ടും എഴുതാൻ കഴിയുന്ന മെമ്മറിയാണ് EEPROMകൾ. അടുത്താണ് ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി അല്ലെങ്കിൽ EEPROMകൾ. വൈദ്യുതി ഉപയോഗിച്ച് മായ്ച്ച് വീണ്ടും എഴുതാൻ കഴിയുന്ന മെമ്മറികളാണ് EEPROMകൾ. അടുത്ത ചോദ്യം, x=5 ആൻഡ് y=3 then find the value of x mod y. എക്സിൻ്റെ വാല്യൂ 5ഉം വൈയുടെ വാല്യൂ 3ഉം ആയിക്കഴിഞ്ഞാൽ x mod y എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 2 ആണ്. തന്നിരിക്കുന്ന ഇക്വേഷനിൽ പെർസെൻറ്റേജ് സൈന് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലെ മോഡുലസ് ഓപ്പറേറ്ററാണ്. അതായത് ഒരു ഇൻഡിജർ ഡിവിഷന് ശേഷം അതിൻ്റെ റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടമാണ് ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. അതായത് തന്നിരിക്കുന്ന ഇക്വേഷനിൽ 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിനെ ശിഷ്ടം 2 ആണ് ആൻസറായി കിട്ടുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് എ പ്രൈമറി മെമ്മറി ഡിവൈസ്. താഴെ തന്നിരിക്കുന്നതിൽ ഒരു പ്രൈമറി മെമ്മറി ഡിവൈസ് ഏതാണെന്ന് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി റാം ആണ്. പ്രാഥമിക മെമ്മറി എന്നത് സെമി കണ്ടക്ടർ മെമ്മറിയാണ്. ഇതിനെ CPU നേരിട്ട് കൈകാര്യം ചെയ്യുന്നു. ഇതിന് ഡാറ്റ വളരെ വേഗത്തിൽ അയക്കുന്നതിനും സ്വീകരിക്കുന്നതിനും കഴിവുണ്ട്. 3 തരത്തിലുള്ള പ്രൈമറി മെമ്മറികളാണ് ഇതിലുള്ളത്. അവ റാം, റോം, ക്യാഷ് മെമ്മറി എന്നിവയാണ്. റാം ഒരു പ്രൈമറി മെമ്മറിയാണ്. CPU പ്രോസസ്സ് ചെയ്യുന്ന ഡാറ്റയോ നിർദ്ദേശങ്ങളോ റാമിനുള്ളിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം. റാം ഒരു അസ്ഥിര മെമ്മറി കൂടിയാണ്. അതായത് വൈദ്യുത ബന്ധം നിലയ്ക്കുമ്പോൾ റാമിനുള്ളിൽ അടങ്ങിയിരിക്കുന്നതെല്ലാം നഷ്ടപ്പെടുന്നു. അടുത്ത ചോദ്യം, ഡിസ്കവറിംഗ് ആൻഡ് കറക്റ്റിംഗ് പ്രോഗ്രാമിംഗ് എറേഴ്സ് ആർ കോൾഡ്. പ്രോഗ്രാമിങ്ങിലെ പിശകുകൾ കണ്ടെത്തുന്നതിനെയും തിരുത്തുന്നതിനെയും വിളിക്കുന്ന എന്താണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ഡീബഗിംഗ് ആണ്. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം രൂപകൽപ്പന ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിക്കുമ്പോൾ അതിൽ ബഗ് ഉണ്ടെന്ന് നമുക്ക് പറയാം. ഒരു പ്രോഗ്രാം അവലോകനം ചെയ്ത് ബഗ്ഗുകൾ കണ്ടെത്തുന്നതിനെ ഡീബഗിംഗ് എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, ദി ഐഡൻറ്റിറ്റി തെഫ്റ്റ് ക്യാരിഡ് ഔട്ട് ത്രൂ ദ ക്രിയേഷൻ ഓഫ് എ വെബ്സൈറ്റ് ദാറ്റ് സീംസ് ടു റെപ്രസെൻറ്റ് എ ലെജിറ്റ്മേറ്റ് കമ്പനി. ഒരു നിയമാനുസൃത കമ്പനിയെ പ്രതിനിധീകരിക്കുന്നതായി തോന്നുന്ന ഒരു വെബ്സൈറ്റ് സൃഷ്ടിച്ചുകൊണ്ടാണ് ഐഡൻറ്റിറ്റി മോഷൻ നടത്തുന്നതിനെ എന്താണ് പറയുന്നതാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ഫിഷിംഗ് ആണ്. ഓൺലൈനിലൂടെ നടക്കുന്ന ഒരു തരം ഐഡൻറ്റിറ്റി മോഷൻ രീതിയാണ് ഫിഷിംഗ്. പ്രമുഖ ബാങ്കുകളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും വെബ്സൈറ്റുകളോട് സാമ്യം തോന്നത്തക്ക രീതിയിൽ URL-ഉം ഹോം പേജ് നിർമ്മിച്ച് അതിലൂടെ ഇടപാടുകാരുടെ യൂസർ നെയിം, പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡുകളുടെ വിശദാംശങ്ങൾ തുടങ്ങിയവ കൈക്കലാക്കാൻ ശ്രമിക്കുന്നതാണ് ഫിഷിംഗ്. ഇത്തരം തെറ്റിദ്ധരിപ്പിക്കുന്ന വെബ് പേജ് നിർമ്മാണത്തെ സ്പൂഫിംഗ് എന്നാണ് പറയുന്നത്. ഇന്ന് ഇൻ്റർനെറ്റിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഭീഷണികളൊന്നാണ് ഫിഷിംഗ്. അടുത്ത ചോദ്യം, വു പ്രപ്പോസ് ദ ഐഡിയ ഓഫ് WWW. WWW എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ടിം ബേണേഴ്സ്-ലീ ആണ്. 1989 ഗവേഷകനായ ടിം ബേണേഴ്സ്-ലീ വേൾഡ് വൈഡ് വെബ് അഥവാ WWW എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ടിം ബേണേഴ്സ്-ലീയും സഹപ്രവർത്തകരും കൂടി ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അഥവാ HTTP, HTML, വെബ് ബ്രൗസർ, വെബ് സെർവർ എന്നിവയുടെ ടെക്നോളജി കണ്ടുപിടിച്ചു. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ പ്രോട്ടോകോൾ യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ ത്രൂ ഇൻ്റർനെറ്റ്.
ഇൻ്റർനെറ്റ് വഴിയുള്ള ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി TCP/IP ആണ്. ഇൻ്റർനെറ്റിൻ്റെ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളായി ഉപയോഗിക്കുന്നത് TCP/IP ആണ്. ഇൻ്റർനെറ്റിലേക്ക് കൂട്ടിച്ചേർക്കുന്ന ഏത് കമ്പ്യൂട്ടറും TCP/IP പ്രോട്ടോക്കോൾ പിന്തുടരണമെന്നാണ്. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ അഥവാ TCP, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ IP എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. അടുത്ത ചോദ്യം, ദ ആട്രിബ്യൂട്ട്സ് ഓഫ് HTML ടാഗ് ആർ. HTML ടാഗിൻ്റെ ആട്രിബ്യൂട്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഡയർ ആൻഡ് ലാങ്. ഡയർ, ലാങ് എന്നിവ HTML ടാഗിൻ്റെ പ്രധാന ആട്രിബ്യൂട്ടുകളാണ്. വെബ് പേജിൽ പ്രദർശിപ്പിക്കുന്ന ആശയങ്ങളുടെ ദിശ സൂചിപ്പിക്കുന്നതാണ് HTML ടാഗിലെ ഡയർ അല്ലെങ്കിൽ ഡയറക്ഷൻ ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. ഡയർ ഈക്വൽ ടു LTR അല്ലെങ്കിൽ ഡയർ ഈക്വൽ ടു RTL എന്ന് പറഞ്ഞ രണ്ട് വാല്യൂസാണ് ഡയറിന് വരുന്നുണ്ട്. ഡയർ ഈക്വൽ ടു LTR എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് ആണ്, ഇടത്തുനിന്ന് വലത്തേക്കായിരിക്കും അക്ഷരങ്ങളുടെ ദിശ. അതുപോലെ ഡയർ ഈക്വൽ ടു RTL എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ലെഫ്റ്റ് ആയിരിക്കും, അതായത് വലത്തുനിന്ന് ഇടത്തേക്കായിരിക്കും അക്ഷരങ്ങളുടെ ദിശ സൂചിപ്പിക്കുന്നത്. ഡയറിൻ്റെ ഡിഫോൾട്ട് വാല്യൂ LTR ആണ്. അടുത്ത ആട്രിബ്യൂട്ടാണ് ലാങ്. ഒരു ഡോക്യുമെൻറ്റിനുള്ളിൽ അഥവാ HTML ഡോക്യുമെൻറ്റിനുള്ളിൽ പൊതുവായി ഉപയോഗിക്കുന്ന ഭാഷ സൂചിപ്പിക്കുന്നതിന് HTML ടാഗിൻ്റെ പ്രധാന ആട്രിബ്യൂട്ടാണ് ലാങ് ആട്രിബ്യൂട്ട്. ലാങ് ഈക്വൽ ടു EN എന്നത് ഇംഗ്ലീഷ് ഭാഷയെ സൂചിപ്പിക്കുന്ന ആട്രിബ്യൂട്ട് വാല്യൂ ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ദ ഇൻപുട്ട് ഓപ്പറേറ്റർ. താഴെ പറഞ്ഞവയിൽ ഏതാണ് ഇൻപുട്ട് ഓപ്പറേറ്റർ? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഒരു C++ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഓപ്പറേറ്ററാണ് ഗ്രേറ്റർ ദാൻ സൈൻ. എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ എന്നും ഇതിനെ വിളിക്കും. C++ ലാംഗ്വേജിലെ ഔട്ട്പുട്ട് ഓപ്പറേറ്ററാണ് ലെസ് ദാൻ സൈൻ. ഇൻസേർഷൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ പുട്ട് ടു ഓപ്പറേറ്റർ എന്നും ഇതിനെ പറയും. കേരള ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വത്തിൽ നടത്തുന്ന LD സിലബസിലുള്ള ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഭാഗത്തുനിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സൂക്കോ PSCയുടെ നന്ദി, നമസ്കാരം.